നമസ്കാരം. ഞാൻ ഡോക്ടർ ജേക്കബ് ജോർജ്, SUT ആശുപത്രിയിൽ വൃക്ക രോഗം അഥവാ നെഫ്രോളജിയിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. വൃക്കകൾ നമ്മുടെ ശരീരത്തിൽ സുപ്രധാന അവയവങ്ങളിൽ ഒന്നാണ്. പല കാരണങ്ങൾ കൊണ്ട് അതിന് തകരാർ വരുത്താം. ഇവിടെ കണ്ടുവരുന്ന പ്രധാന കാരണം രക്തസമ്മർദ്ദം, കൂടുതൽ ബ്ലഡ് പ്രഷർ, പ്രമേഹ രോഗങ്ങൾ, ഡയബറ്റീസ്, ഗ്ലോമറുലർ നെഫ്രൈറ്റിസ്, സിസ്റ്റിക് ഡിസീസ്, പിന്നെ പലതരം ഇൻഫെക്ഷൻസ്, അണുബാധ കൊണ്ടും വൃക്കകളിനെ ബാധിക്കാവുന്നതാണ്. വൃക്ക തകരാർ വരുമ്പോഴത്തേക്ക് ആദ്യ ഘട്ടത്തിൽ വലിയ രോഗലക്ഷണമില്ലെങ്കിലും ക്രമേണയായിട്ട് വിശപ്പില്ലായ്മ, ക്ഷീണം, പിന്നെ മൂത്രത്തിൻ്റെ അളവ് കുറയുക, നീര് വരിക, ശ്വാസമുട്ടൽ വരിക, ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. അത് പക്ഷേ ഒരു 90% തകരാർ വന്ന ശേഷമേ ശരിക്കുള്ള സിംറ്റംസ് വരാറുള്ളൂ. വൃക്ക തകരാർ വന്നു കഴിഞ്ഞാൽ ജീവൻ നിലനിർത്താൻ ഒന്നുകിൽ ഡയാലിസിസോ അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കും. ഡയാലിസിസ് ചെയ്താൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഹീമോ ഡയാലിസിസ്, അല്ലെങ്കിൽ പിന്നെ വയറിൽ ട്യൂബ് കടത്തി വിട്ടിട്ട് ഒരു പ്രത്യേകം തരം ദ്രാവകം കൊണ്ട് CAPD, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസും ചെയ്യാവുന്നതാണ്. ഡയാലിസിസ് പക്ഷേ ശരിക്കുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടത്തില്ല. കാരണം ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കും ഒത്തിരി ആഹാര നിയന്ത്രണങ്ങൾ വേണ്ടി വരും. വെള്ളം അധികം കഴിക്കാൻ പാടില്ല, പഴവർഗ്ഗങ്ങൾ നിയന്ത്രിക്കേണ്ടി വരും, അല്ലെങ്കിൽ പൊട്ടാഷ്യം കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവർക്കും ഈ ഡയാലിസിസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നല്ലേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മുടെ ദേഹം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഓർഗനാണ് വൃക്ക. അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്കൊരു പൂർണ്ണ ആരോഗ്യ ലക്ഷണങ്ങൾ കിട്ടത്തില്ല. അതുകൊണ്ട് ശരിക്കുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നതാണ് ഉചിതമായ ട്രീറ്റ്മെൻറ്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് ഒരു കിഡ്നി കൊടുക്കുന്ന ഒരാൾ വേണം, വൃക്കദാതാവ്. സാധാരണഗതിക്ക് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ജീവനുള്ള കിഡ്നി വൃക്കദാതാവ്, അത് വെച്ചാൽ ലിവിങ് ഡോണർ. ലിവിങ് ഡോണേഴ്സ് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് ലിവിങ് റിലേറ്റഡ് ഡോണേഴ്സ്, എന്ന് വെച്ചാൽ രക്തബന്ധമുള്ള വൃക്കദാതാവ്. സാധാരണ അച്ഛൻ അല്ലെങ്കിൽ അമ്മ കുട്ടികൾ കൊടുക്കുക, അല്ലെങ്കിൽ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ സഹോദരിമാരോ ഇങ്ങോട്ടും കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികൾ മാതാപിതാക്കൾക്ക് വൃക്ക കൊടുക്കുക. അപ്പോൾ ഇത് രക്തബന്ധമുള്ള വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. പിന്നെ ചിലപ്പം ഭാര്യ ഭർത്താവിന് കൊടുക്കുക, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുക. ഇതും ഒരു ജീവനുള്ള വൃക്കദാതാവാണ്, പക്ഷേ അവർ തമ്മിൽ രക്തബന്ധമില്ല. അപ്പോൾ ലൈവ് അൺറിലേറ്റഡ് ട്രാൻസ്പ്ലാന്റേഷനാണ്. ഈ 2 ഡോണേഴ്സിന് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി ക്ലിയറൻസ് തന്ന ഹോസ്പിറ്റലിൽ ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ ചിലപ്പം രക്തബന്ധവും കാണത്തില്ല, പക്ഷേ അതേസമയം പരിചയമുണ്ട്. എന്ന് വെച്ചാൽ ഒരു അൾട്രൂയിസ്റ്റിക് ഡോണർ, പരിചയമുള്ള ആൾ ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ പരിചയമുള്ള ആളായിരിക്കാം. പുള്ളിക്കാൻ വേറെ ഡോണേഴ്സ് ആരും ഇല്ല, രക്തഗ്രൂപ്പ് ചേരുന്ന ഡോണേഴ്സ് ഇല്ല, അപ്പോൾ എനിക്ക് കൊടുക്കാൻ താല്പര്യമാണ്. അപ്പോൾ ഇതൊരു ലിവിങ് അൺറിലേറ്റഡ് ട്രാൻസ്പ്ലാന്റേഷനാണ്. അപ്പോൾ അതിന് നമ്മൾ സ്റ്റേറ്റ് കമ്മിറ്റി ക്ലിയറൻസ് തന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റിയൊക്കെ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നിയമം അനുസരിച്ച് നമുക്ക് കച്ചവടം കൊണ്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പാടില്ല എന്നുള്ളതാണ്. പൈസ കൊടുത്ത് വാങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഇത്ര നിയമങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെയുള്ള ഡോണർ എന്ന് വെച്ചാൽ മസ്തിഷ്ക മരണം സംഭവിച്ച ശേഷം, അല്ലെങ്കിൽ ഡിസീസ്ഡ് ഡോണർ എന്ന് വെച്ചാൽ അവർക്ക് തലച്ചോറിൻ്റെ പ്രവർത്തനം കാണത്തില്ല, പക്ഷേ ഹാർട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ബ്രെയിൻ ഡാമേജ് വന്ന ആൾ വെൻറ്റിലേറ്ററിലായിരിക്കും. അപ്പോൾ അവരുടെ ബ്ലഡ് സപ്ലൈ ആർട്ടിഫിഷ്യൽ മീൻസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് വൃക്കകളിലോട്ട് ബ്ലഡ് സപ്ലൈ ഒക്കെ നോർമലായിരിക്കും, മൂത്രമൊക്കെ പോവും, പക്ഷേ ആൾക്ക് ബോധം കാണത്തില്ല. വെൻറ്റിലേറ്ററിൽ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആൾക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതൊരു ഡിസീസ്ഡ് ഡോണർ. ആ ട്രാൻസ്പ്ലാന്റേഷനും ഇന്ത്യയിലും കേരളത്തിലും എല്ലാം ചെയ്യുന്നതുണ്ട്. നമ്മളിപ്പോൾ ഒരു രക്തബന്ധമുള്ള അല്ലെങ്കിൽ ഒരു ലൈവ് ഡോണറാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും 2 വൃക്കകളുണ്ട്. അപ്പോൾ ഒരു വൃക്ക കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കും, പക്ഷേ ആ 2 വൃക്കകൾ കംപ്ലീറ്റ് നോർമലായിരിക്കണം. അതുകൊണ്ട് ഒരു ജീവനുള്ള ആൾ എനിക്ക് വൃക്ക ദാനം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുക അല്ലെങ്കിൽ വരുവാണെങ്കിൽ
നമ്മളെല്ലാ ടെസ്റ്റുകൾ ചെയ്ത് പുള്ളിക്കാരൻ്റെ 2 വൃക്കകൾ കംപ്ലീറ്റ് നോർമലാണ്, പ്രവർത്തനം നോർമലാണ്, അയാൾക്ക് ഒരു കിഡ്നി കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ അയാളിനെ നമുക്കൊരു പൊട്ടൻഷ്യൽ ഡോണറായിട്ട് കണക്കാക്കിയിട്ട് ബാക്കി ടെസ്റ്റുകൾ ചെയ്യാം. ഇങ്ങനത്തെ ഒരു ഡോണറിന് വൃക്കയ്ക്ക് തകരാറ് വരാനുള്ള രോഗങ്ങളൊന്നും കാണാൻ പാടില്ല. എന്ന് വെച്ചാൽ അയാൾക്ക് രക്തസമ്മർദ്ദം പാടില്ല, അയാൾക്ക് പ്രമേഹ രോഗം പാടില്ല, കല്ലുകൾ മൂത്രത്തിൽ കല്ലുകളോ യൂറിനറി ഇൻഫെക്ഷനോ പാരമ്പര്യമായിട്ട് കിഡ്നിയുടെ അസുഖമുള്ള ആളല്ലെങ്കിൽ എല്ലാം ടെസ്റ്റ് ചെയ്യിച്ച് നോർമൽ 2 കിഡ്നീസാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കിഡ്നി എടുത്ത് മറ്റേ വേറെ ആൾക്ക് കൊടുക്കാം. അയാൾക്ക് അപ്പം സാധാരണഗതിക്ക് അയാൾക്ക് പ്രശ്നമൊന്നും വരത്തില്ല. നമ്മൾ വൃക്ക സ്വീകരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ഇപ്പം മയക്കമരുന്ന് കൊടുത്ത് അനസ്തീസിയ കൊടുത്ത് ഒരു മേജർ ഓപ്പറേഷന് വേണ്ടി നമ്മൾ നേരത്തെ പുള്ളിക്കാരൻ്റെ യൂറിയ ലെവൽ കുറഞ്ഞിരിക്കണം, ക്രിയാറ്റിൻ ലെവൽ കുറഞ്ഞിരിക്കണം, ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നോർമൽ ആയിരിക്കും. അപ്പോൾ സാധാരണയ്ക്ക് നമ്മൾ ഡയാലിസിസ് ചെയ്ത് ട്രാൻസ്പ്ലാന്റിന് തൊട്ട് മുമ്പേ ഒരു ഡയാലിസിസ് ചെയ്ത് പുള്ളിക്കാരൻ്റെ ഇലക്ട്രോലൈറ്റ്സും ബ്ലഡ് യൂറിയയും ക്രിയാറ്റിനൊക്കെ ഒരു റീസണബിളി ലോവർ ലെവൽ എന്ന് വെച്ചാൽ കോംപ്ലിക്കേഷൻസ് വരാൻ പാടില്ല ശസ്ത്രക്രിയ കൊണ്ട്. അപ്പം ആ ലെവൽ, കാരണം യൂറിയ ലെവൽ ഒത്തിരി കൂടുതൽ വരുവാണെങ്കിൽ നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം കൂടുതൽ ബ്ലീഡിംഗ് ഒക്കെ വരാം. പൊട്ടാഷ്യം കൂടുതലാണെങ്കിൽ ചിലപ്പം ഹാർട്ട് റേറ്റ് ഒക്കെ ഇറഗുലാരിറ്റി വരാം, ഹാർട്ട് ചിലപ്പോൾ തന്നെ എസിസ്റ്റഡി അല്ലെങ്കിൽ നിന്ന് പോകാനും കൂടെ സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നോർമലാക്കി നമ്മളുടെ അതുകൊണ്ട് തലേദിവസം നമ്മൾ ഡയാലിസിസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷന് നമ്മൾ സാധാരണയ്ക്ക് തൊട്ടടുത്ത തിയേറ്ററിലായിരിക്കും വൃക്കദാതാവും പിന്നെ ഈ റെസിപ്പിയൻറ്റും. അപ്പോൾ ആദ്യം നമ്മൾ വൃക്ക റെസിപ്പിയൻ്റെ ബെഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെ നമ്മൾ സാധാരണ നമ്മളെ പുള്ളിക്കാരൻ്റെ നേരത്തെയുള്ള 2 കിഡ്നികൾ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ പുതിയ സ്ഥലത്തായിരിക്കും പുതിയ വൃക്ക മാറ്റി വയ്ക്കുന്നത്. അപ്പം നമ്മുടെ ഡോണറിനെ നമ്മൾ അപ്പോഴത്തേക്ക് വേറെ തിയേറ്ററിൽ തൊട്ടടുത്ത തിയേറ്ററിൽ, അപ്പോൾ പുള്ളിക്കാരൻ്റെ അപ്പം കിഡ്നി മാറ്റി വെച്ച ശേഷം ഈ മറ്റൊരു തിയേറ്ററിൽ ഇവർക്ക് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ട് പെർഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ശസ്ത്രക്രിയ ചെയ്യുന്നതാണ്. അപ്പം ഡോണർ സാധാരണയ്ക്ക് നമ്മൾ ഒരാഴ്ച ഹോസ്പിറ്റലൈസേഷൻ മാത്രമേ വേണ്ടി വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡോണറിനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഡോണറിന് വേറെ പ്രത്യേകിച്ച് ജീവിതകാലം മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല. വൃക്ക സ്വീകരിക്കുന്ന ആൾ വേറെ ആളുടെ വൃക്ക സ്വീകരിക്കുന്നതുകൊണ്ട് അത് എപ്പോഴും ബോഡി റിജക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതുകൊണ്ട് റിജക്ഷൻ വരാതിരിക്കാൻ വേണ്ടി പുള്ളിക്കാൻ ജീവിതകാലം മൊത്തം ഇമ്മ്യൂണോ സപ്രസൻ ഡ്രഗ്സ് കഴിക്കേണ്ടി വരും. ആദ്യത്തെ 1 വർഷം ഒരുമാതിരി നല്ല ഡോസ് വേണ്ടി വരും. ശരാശരി 10,000 രൂപ അടുപ്പിച്ചാവും മാസം തോറും 1 വർഷത്തേക്ക്. 1 വർഷം കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡോസ് കുറയ്ക്കാൻ സാധിച്ചേക്കും. അപ്പോൾ പിന്നെ ഒരു 5,000-6,000 രൂപയുടെ മരുന്നുകൾ ജീവിതകാലം മൊത്തം കഴിക്കേണ്ടി വരും. പുള്ളിക്കാൻ ശ്രദ്ധിക്കേണ്ടിയെന്ന് വെച്ചാൽ വലിയ ഇൻഫെക്ഷന് പ്രോണാണ്. അതുകൊണ്ട് പുള്ളിക്കാരന് വലിയ ക്രൗഡഡ് ഏരിയാസിലേക്ക് അധികം പോകാതിരിക്കുന്നത് നല്ലത്. അതുപോലെ ആഹാരക്രമങ്ങളൊക്കെ കഴിയുന്നതും ചൂടുള്ള ആഹാരം കഴിക്കുക. ഇൻഫെക്ഷൻസ് വരുവാണെങ്കിൽ ആദ്യം തന്നെ ഡോക്ടറിനെ കണ്ടിട്ട് പ്രോംപ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്യേണ്ടി വരും. കാരണം വേറെ ആളുടെ കിഡ്നി ആയതുകൊണ്ട് ബോഡി എപ്പോഴും അത് റിജക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതുകൊണ്ട് റിജക്ഷന് വല്ല എന്തെങ്കിലും ഫീച്ചർ സാധാരണ യൂറിയ ലെവൽ കൂടും, ക്രിയാറ്റിൻ ലെവൽ കൂടാം. അപ്പോൾ അതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് പോയിട്ട് എന്തെങ്കിലും റിജക്ഷൻ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് 90% നമുക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം വൃക്ക ട്രാൻസ്പ്ലാന്റേഷനാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഇവർക്കിനെ കണ്ടു കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുവാണെങ്കിൽ അവരെ ഒരു നോർമൽ മനുഷ്യന് മാതിരി ആയിരിക്കും. അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണത്തില്ല. മരുന്ന് പക്ഷേ കഴിക്കേണ്ടി വരും, പക്ഷേ ഒരു നോർമൽ ജീവിതം അവർക്ക് ലഭിക്കാവുന്നതാണ്. അപ്പം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ എല്ലാം കൊണ്ട് ഒരു എൻകറേജ് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പം ഈ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ട്രാൻസ്പ്ലാന്റേഷൻ സൗകര്യങ്ങളുണ്ട്. ഈ ആശുപത്രിയിലും നമ്മൾ വൃക്ക ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ്ഫുള്ളായിട്ട് ഒരു കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു 50 അടുപ്പിച്ച് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ എൻകറേജ് ചെയ്യേണ്ടതാണ്.